കായംകുളം മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാനാണ് UDF വിവാദങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് LDF ആരോപിച്ചു. കായംകുളത്തെ വെട്ടിമുറിച്ചവർക്ക് വോട്ടില്ലെന്ന് പറഞ്ഞ് വോട്ട് പിടിച്ചുപോയ KC വേണുഗോപാൽ കായംകുളത്തിന്റെ വികസനത്തിനായി ഒന്നും ചെയ്തില്ല. എന്നാൽ കായംകുളത്ത് വൻ വികസനമാണ് MLA നടത്തിയതെന്ന് LDF നേതാക്കൾ പറഞ്ഞു. 10 വർഷക്കാലം കായംകുളം മണ്ഡലത്തിൽ നടത്തിയ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യാതിരിക്കാനാണ് UDF വിവാദങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് LDF മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇവിടെ നിന്ന് വിജയിച്ചുപോയ KC വേണുഗോപാൽ വാഗ്ദാനങ്ങളല്ലാതെ യാതൊന്നും കായംകുളത്തിനായി നൽകിയില്ല. കായംകുളത്തെ RMS ഓഫീസ് പൂട്ടിയിട്ട് യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. CPCRIയിൽ യാതൊരു വികസനവുമില്ല. റെയിൽവേ സ്റ്റേഷനിൽ പുതിയതായി ഒരു പ്രവർത്തനങ്ങളും നടക്കുന്നില്ല. ഒരു പുതിയ ട്രെയിനിന് പോലും സ്റ്റോപ്പ് അനുവദിക്കാൻ MPക്ക് കഴിഞ്ഞില്ല. BSNL ഓഫീസ് ഗുരുതരമായ തകർച്ചയെ അഭിമുഖീകരിക്കുന്നു. കായംകുളത്തെ വെട്ടിമുറിച്ചവർക്ക് വോട്ടില്ലെന്ന് പറഞ്ഞ് വോട്ട് പിടിച്ചു പോയ KC വേണുഗോപാൽ കായംകുളത്ത് ഉയരപ്പാത കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചു. എന്നാൽ പ്രഖ്യാപനം മാത്രമായി ഇത് നിൽക്കുകയാണ്. ഇക്കാര്യത്തിൽ UDF നേതൃത്വം മറുപടി പറയണമെന്ന് LDF നേതാക്കൾ പറഞ്ഞു. വികസനത്തെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് LDF മത്സരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 517 റോഡുകളാണ് മണ്ഡലത്തിൽ നിർമ്മിച്ചത്. 226 കോടി രൂപ റോഡുകളുടെ നിർമ്മാണത്തിനായി വിനിയോഗിച്ചു. കൂട്ടുംവാതുക്കൽ കടവ് പാലം ഉൾപ്പെടെ 16 പാലങ്ങൾ പൂർത്തീകരിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് 69 കോടി രൂപ വിനിയോഗിച്ചു. വിദ്യാലയങ്ങൾക്ക് കെട്ടിടങ്ങളും അനുബന്ധ സൗകര്യങ്ങളും ഉണ്ടാക്കി. 65 PHSC സെന്ററുകളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റി. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ വിപുലമായ കെട്ടിടത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. 519 കോടിയുടെ കുടിവെള്ള പദ്ധതി മണ്ഡലത്തിൽ നടപ്പിലാക്കുന്നു. ഓഫീസുകളെല്ലാം സ്മാർട്ടായി. വൈദ്യുതി മേഖലയിൽ 60 കോടി 42 ലക്ഷത്തിന്റെ പദ്ധതികൾ നടപ്പാക്കി. ചികിത്സാ സഹായത്തിൽ കായംകുളം മണ്ഡലമാണ് സംസ്ഥാനത്ത് തന്നെ ഒന്നാമതെന്നും LDF നേതാക്കളായ അഡ്വക്കേറ്റ് KH ബാബുജാൻ, അഡ്വക്കേറ്റ് A ഷാജഹാൻ, B അബിൻ ഷാ, N ശ്രീകുമാർ, ലിയാഖത്ത് പറമ്പി, സക്കീർ മല്ലഞ്ചേരി എന്നിവർ പറഞ്ഞു. നമ്മുടെ MLA സംസ്ഥാന ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടി ഈ മണ്ഡലത്തിൽ എന്തെല്ലാം ചെയ്തു, ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെ കൈകളിലേക്കും ഒരു വികസന രേഖ ഞങ്ങൾ എത്തിക്കുക. ആ വികസന രേഖയുടെ കോപ്പി കായംകുളത്തെ എല്ലാ മാധ്യമങ്ങൾക്കും ആ ബൃഹത്തായ പ്രവർത്തന പരിപാടിയിലേക്ക് ഞങ്ങൾ പോവുക. അത് നിങ്ങളെ ഔദ്യോഗികമായി അറിയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇതിൻ്റെ ഉദ്ദേശം. നമ്മുടെ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു MP ഉണ്ട്, ശ്രീ KC വേണുഗോപാൽ MP. അദ്ദേഹത്തിന് ഈ വികസന കാര്യങ്ങളിലൊന്നും ഒരു പങ്കുവയ്ക്കുന്നു. അതെന്താ ഈ മണ്ഡലത്തിൽ വികസനത്തിന് വേണ്ടി ചെയ്യാൻ? ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ, വിശേഷിച്ച് കായംകുളം അസംബ്ലി മണ്ഡലത്തിലെ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സ്ഥലത്തെ എന്ത് വികസന കാര്യത്തിലാണ് അദ്ദേഹം മുൻകൈ എടുക്കുന്നത്? ഞങ്ങൾ ഈ വിഷയം ഉന്നയിക്കുക, ഈ നാട് ചർച്ച ചെയ്യട്ടെ. ശ്രീ KC വേണുഗോപാൽ മുൻകൈ എടുത്ത് നടപ്പിലാക്കുന്ന എന്ത് വികസന പദ്ധതികളാണ് ഈ മണ്ഡലത്തിൽ? ഇവിടെ ഉണ്ടായിരുന്ന അദ്ദേഹം MP ആയതിനു ശേഷം ഇവിടെ ഉണ്ടായിരുന്ന സ്ഥാപനങ്ങൾ പലതും കൂട്ടിപ്പോയി. പ്രധാനമായിട്ടൊന്ന് RMS ഓഫീസ്, കായംകുളം അസംബ്ലി മണ്ഡലത്തിൽ ഉണ്ടായിരുന്ന, നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ അടുത്തുണ്ടായിരുന്ന RMS ഓഫീസ് പൂട്ടി. എന്താണ് UDFന് പറയാനുള്ളത്? ശ്രീ KC വേണുഗോപാലിന് എന്ത് പറയാനുണ്ട്? ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സേവനം നൽകിയിരുന്ന ഒരു ബൃഹത്തായ സ്ഥാപനം അടച്ചുപൂട്ടിപ്പോയിരിക്കുന്നു. എന്താണ് നമ്മുടെ BSNL ഓഫീസിൻ്റെ അവസ്ഥ? എത്ര പരിതാപകരമാണ് അവിടുത്തെ അവസ്ഥ. അവിടെ പോയി വരുന്നവരൊക്കെ എത്രയോ വിഷമത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. 150-150 ജീവനക്കാരുണ്ടായിരുന്ന സ്ഥാപനം 12 പേരിലേക്ക് ചുരുങ്ങുകയും അവിടെ പല സ്ഥാപനങ്ങൾക്കും വാടകയ്ക്ക് കൊടുക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് പരിതാപകരമായ അവസ്ഥയിലേക്ക് BSNL ഓഫീസ് എത്തി. കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമാണ്. MP ആണ് ഇടപെടേണ്ടത്. അവിടെ പൂർണ്ണമായും സജ്ജമാക്കാൻ MP ആണ് പ്രവർത്തിക്കേണ്ടത്. യാതൊരു തരത്തിലുള്ള പ്രവർത്തനവും അതിന്മേൽ MP നടക്കുന്നതായി ഞങ്ങൾക്കറിയുന്നില്ല. അദ്ദേഹം അത് വ്യക്തമാക്കണം. MP ഈ കാര്യത്തിൽ ഇടപെടുന്നുണ്ടോ? കായംകുളം BSNL ഓഫീസ് അത് സജീവമാക്കാൻ MP ഇടപെടുന്നുണ്ടോ എന്നവർ ഞങ്ങൾക്കറിയാം. ന്യൂസ് ബ്യൂറോ, കായംകുളം.